ആലുവ പെരുമ്പാവൂർ റോഡിലെ കുഴിയിൽ വീണ് ഇരുചക്ര വാഹനത്തിൽ സഞ്ചരിച്ചിരുന്ന ദമ്പതികൾക്ക് ഗുരുതര പരിക്ക്. അപകടത്തിൽ പരിക്കേറ്റ ഇരുവരെയും ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കി. നിയമസഭയിലടക്കം ചർച്ചയായിട്ടും ആലുവ പെരുമ്പാവൂർ റോഡിലെ പ്രശ്നപരിഹാരത്തിനായി അധികൃതർ തയ്യാറായിട്ടില്ല. ആലുവ പെരുമ്പാവൂർ ദേശസാൽകൃത റോഡിൽ മഹിളാലയം കവലയ്ക്ക് സമീപമുള്ള കുഴിയിൽ വീണാണ് ഇരുചക്രവാഹന യാത്രക്കാരായ ദമ്പതികൾക്ക് പരിക്കേറ്റത്. കുഴിയിൽ വീണ് നിയന്ത്രണം നഷ്ടപ്പെട്ട സ്കൂട്ടർ മറ്റൊരു വാഹനത്തിനു മുന്നിലേക്ക് മറിയുകയായിരുന്നു. അപകടത്തിൽ തലയുടെ പിൻഭാഗത്ത് ഗുരുതരമായി പരിക്കേറ്റ ആലുവ ഉളിയന്നൂർ സ്വദേശി സാലിഹിനെയും കാൽമുട്ട് തകർന്ന ഭാര്യ നിഷയെയും ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കി. സാലിഹ് അബോധാവസ്ഥയിൽ തുടരുകയാണ്. ആലുവ പെരുമ്പാവൂർ 4 കിലോമീറ്റർ ചുറ്റളവിൽ ഇതുപോലെ ഒരുപാട് കുഴികളുണ്ട്. ഈ ജംഗ്ഷനിൽ ഓട്ടോ ഓടിക്കുന്ന ഞങ്ങളെപ്പോലെയുള്ള സാധാരണക്കാരായ ജനങ്ങൾക്ക് ഇതിലെ 2 വീലർ കൊണ്ട് നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇതിൽ വീഴുന്ന വ്യക്തികൾക്ക് സ്വന്തം കയ്യിൽ നിന്നും ചെലവെടുത്ത് ആശുപത്രി ഹോസ്പിറ്റൽ ചെലവുകൾ കാരണം ഞങ്ങൾ ബുദ്ധിമുട്ടുകയാണ്. ഇതിൽ വലിയ അധികാരികൾക്കോ PWDക്കോ ഇതിനകത്ത് യാതൊരു ഉത്തരവാദിത്വമില്ല. ഇത് ഈ മഴ കഴിയുന്നത് വരെ എത്രയോ ജനങ്ങൾ ഈ കുഴിയിൽ വീഴണം. ഇതുപോലെ മരണങ്ങൾ സംഭവിച്ചാൽ ഇതിനാണ് ആരാണ് ഉത്തരവാദി? ഞങ്ങളെപ്പോൾ സാധാരണക്കാർ ജനങ്ങള് കുഴിയിൽ വീണാൽ ഞങ്ങളുടെ കയ്യിൽ നിന്ന് ചികിത്സാ ചെലവിന് ആരാണ് ഉത്തരവാദി? ഇതെല്ലാം ഗവൺമെന്റ് കാണണം. ഇതിനുള്ള ശക്തമായ നടപടി നിങ്ങളെടുക്കണം. ആലുവ പെരുമ്പാവൂർ റോഡിന്റെ ശോചനീയാവസ്ഥ നിയമസഭയിലടക്കം ചർച്ചയായിട്ടും അധികൃതർ നടപടി സ്വീകരിക്കാൻ തയ്യാറായിട്ടില്ല. നാട്ടുകാർ പലതവണയായി താൽക്കാലികമായി കുഴികളടച്ചെങ്കിലും കനത്ത മഴയിൽ കുഴിയുടെ ആഴമറിയാതെ ഇരുചക്രവാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് നിത്യസംഭവമായി മാറിയിരിക്കുകയാണ്. കേരള വിഷൻ ന്യൂസ്, കൊച്ചി.